ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മളുടെ ഓഡിറ്റിംഗ് എക്സാമിൻ്റെ ഫൈനൽ ലാപ്പ് റിവിഷൻ ആണ് ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ്. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓഡിറ്റിംഗ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സിലുള്ള സമയം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ 1.5 days ബിഫോർ ദി എക്സാം അവിടെ നമ്മൾ എത്തിയിരിക്കുന്നു. സോ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ, ഇന്ന് 20-ാം തീയതി വൈകുന്നേരം നിങ്ങൾക്ക് കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെത്തി റിലാക്സ്ഡ് ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു നിമിഷം തൊട്ടിട്ട് നമ്മൾ ഓഡിറ്റിംഗ് എക്സാമിന് 22 പോകുന്നതിന് മുമ്പായിട്ട് മാക്സിമം എങ്ങനെ 100% സിലബസ് റിവൈസ് ചെയ്തെടുക്കാം എന്ന ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ഓക്കെ, കാരണം ഓൾറെഡി നമ്മുടെ RTP MTP ഡിസ്കഷൻ വീഡിയോസിൽ ഓരോ ടോപ്പിക്കൊന്നും റെലവൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ഏരിയാസ്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക്സ് അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ വീഡിയോ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരിക്കലും ഇനി ലാസ്റ്റ് മിനിറ്റിൽ ടീച്ചിങ് വീഡിയോ ആയിരിക്കത്തില്ല ഇത്. ഐ എം ജസ്റ്റ് ഹിയർ ടു ഗൈഡ് യു, ഒരു ഐഡിയ തരാനായിട്ട്. അതായത് ഓരോ ടോപ്പിക്സിലും എത്ര സമയം മാത്രം ചിലവാക്കിയാൽ മതി, ഏത് രീതിയിൽ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് മുന്നോട്ട് പോയാലേ അടുത്ത 1.5 days ഇത് എക്സാമിന് മുമ്പായിട്ട് 100% സിലബസ് കവർ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. കാരണം ഞാൻ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം അറ്റൻഡ് ചെയ്യണം. അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസിലേക്ക് സൂയിസൈഡ് നോട്ട് ടു യുവർ ഓൺ മാർക്സ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്തും ഡോണ്ട് സ്കിപ്പ് ഔട്ട് എനി ചാപ്റ്റർ, മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇനി ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ തവണത്തെ May 25 എക്സാംസ്, ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ എക്സാംസ് ഓൾറെഡി കഴിഞ്ഞ 9-ാം തീയതിയൊക്കെ ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. നമ്മളുടെ നാഷണൽ ലെവലിൽ സംഭവിച്ചിട്ടുള്ള പല ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഫ്രിക്ഷൻസ് കാരണം വി നോ വാട്ട് ഹാപ്പൻഡ്, എക്സാമൊക്കെ നീട്ടി വയ്ക്കപ്പെട്ടിരുന്നു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പ്, ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു 1 വീക്കിൻ്റെ ആ ഒരു എക്സ്ട്രാ അഡീഷണൽ ടൈം നിങ്ങൾ ഗുണകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ടില്ല, നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇൻഫാക്ട് നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലൊക്കെ തന്നെയും ഞാൻ ആ എക്സാം മാറ്റി വെച്ച സമയത്ത് തന്നെ നമ്മൾ ഓഡിയോ ഞാൻ ഇട്ട് തന്നിരുന്നു നിങ്ങൾക്ക്. അതായത് 20th കൂടിയിട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് വിചാരിച്ചത്രയും അവരെ എക്സ്പെക്ട് ചെയ്തത്രയും ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്, അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാം തീർന്നിട്ടില്ല. ഈ ഇടയിൽ ഇപ്പോൾ ഒരു 1 വീക്ക് അൺനെസസറി ഗ്യാപ്പ് വന്നു എന്നതുകൊണ്ട് ഫോക്കസ് നഷ്ടപ്പെടാണ്ടിരിക്കുക. ദ ഗെയിം ഇസ് നോട്ട് ഓവർ. ഇനിയുമുള്ള ഈ ഓഡിറ്റ് പേപ്പറും FMSM പേപ്പറും കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ആ ഡ്രീമിലോട്ട്, ആ ഒരു ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ തൊട്ട് മുന്നത്തെ എക്സാം ടഫായി പോയോ, അല്ലെങ്കിൽ പ്രതീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല, അങ്ങനത്തെ യാതൊരു ചിന്തകളും ഇപ്പം തൽക്കാലത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്ന സമയം തൊട്ടിട്ടുള്ള നെക്സ്റ്റ് 1.5 ദിവസം വളരെ ക്രൂഷ്യലാണ്. നമുക്ക് ഓഡിറ്റ് പേപ്പറാണ്, ഒരു വാസ്റ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാറുണ്ട്. സോ എങ്ങനെയാണ് ഒരു 1.5 days നമുക്കിത് പഠിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ടുനൈറ്റ്, ഇപ്പോൾ തൊട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നൗ ഈ ടൈം ടേബിൾ പോലെ ഞാനൊരു ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബട്ട് അത് ഒരു റിജിഡിറ്റി, അത് കൃത്യമായി ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി വെരി റിജിഡ് ഇൻ ദിസ് ആസ്പെക്ട്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി റിവൈസ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും നേരത്തെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ചില സമയത്ത് യു മൈറ്റ് ടേക്ക് അഡീഷണലി ഒരു 30 minutes or 40 minutes മോർ. ബട്ട് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ തരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല. കാരണം ചില ആൾക്കാർ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ചില ആൾക്കാർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ടൈപ്പായിരിക്കാം. സോ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ മാത്രം ഞാൻ ഈ കാണിക്കുന്നത്, അല്ലാണ്ട് കൃത്യം ഇതേപോലെ തന്നെ പറഞ്ഞു തീർക്കണം എന്നല്ല. പിന്നെ എന്തിനാണ് ഈ ടൈം ടേബിൾ ഉദ്ദേശം, ഞാൻ എന്തുകൊണ്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ഗിവ് യു ആൻ ഐഡിയ. ഓരോ ടോപ്പിക്സിലും എത്ര സമയം കൊടുത്തിരുന്നാൽ മതി. കാരണം ആ ഒരു ടൈം ഉദ്ദേശം, ആ ഒരു ഫ്രെയിംവർക്ക് പിടിച്ച് പോയിട്ടില്ലെങ്കിൽ നമുക്ക് 100% റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തരുന്നത്. സോ യെസ്, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ടുനൈറ്റ്സ് ടോപ്പിക്സ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ് ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി കോസ്റ്റിംഗ് എക്സാമിനെ പറ്റി ഒന്നും ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറ്റി വയ്ക്കുക. നൗ ഇസ് നോട്ട് ദ ടൈം ഫോർ ഡിസ്കസിങ് കോസ്റ്റിംഗ്. ലെറ്റ് സ്റ്റഡി ഓഡിറ്റ് റൈറ്റ് ടൈം. സോ എങ്ങനെയെങ്കിലും ഇന്നൊരു 6:30 PM ആകുമ്പോഴത്തേക്കും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്രൂഷ്യൽ. ബിക്കോസ് 6:30 PM to 10:30 PM ഇതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡിന്നർ ബ്രേക്ക് എല്ലാം എൻ്റെ ഈ ടൈം ടേബിൾ ഞാൻ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 7:15-ന്റെയും 7:45-ന്റെയും ഇടയിൽ ഐ എം ഗിവിങ് യു എ സ്മോൾ ബ്രേക്ക് ഈ പറയുന്ന ഡിന്നറിന്. നിങ്ങളുടെ വീട്ടിലെ ഡിന്നർ ടൈം ഡിഫറെൻ്റ് ആയിരിക്കാം. ദ ഐഡിയ ബീങ് 6:30 PM to 10:30 PM 4 hours അകത്ത് ഈ കാണുന്ന 3 ടോപ്പിക്സ് തീർക്കണം.
4 hours വിൻഡോ, 6:30 PM to 10:30 PM. ആൻഡ് ഈ 4 മണിക്കൂർ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭക്ഷണം 15 മിനിറ്റിൽ തീർത്തിട്ട് വേണമെങ്കിൽ അപ്പോൾ തന്നെ പഠിക്കാമായിരുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെ. ബട്ട് മേക്ക് ഷുവർ 10:30 കഴിഞ്ഞ് പോകരുത്. ഇനി അടുത്ത സെഗ്മെൻറ്റ് വേറെ ഉണ്ട്, 10:30 കഴിഞ്ഞ് പോകരുത്. 4 hours സ്റ്റാർട്ടിങ് ഫ്രം 6:30 മാക്സിമം 4 hours എടുത്തിട്ട് ഈ പറയുന്ന അഷുറൻസ് എൻഗേജ്മെൻറ്റ് തിയറി essay 200, 210 നമ്മുടെ ബുക്ക് മെറ്റീരിയൽ വെച്ച് പഠിക്കുക. നമ്മുടെ മെറ്റീരിയലത്തെ ഫോക്കസ്, ഇനി ലാസ്റ്റ് മിനിറ്റ് വേറെ ഒന്നും നോക്കാൻ നിൽക്കരുത്. നമ്മുടെ മെറ്റീരിയലത്തെ സംഭവം നോക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ അടുത്ത 1.5 ഡേയ്സിൽ. ഓക്കെ, സ്റ്റിക്ക് ടു ദാറ്റ് മെറ്റീരിയൽ ഉണ്ട്. 200, 210, പിന്നെ 260, 265, 299 ഇതൊക്കെ ചെറിയ ചെറിയ എസ്സേസ് ആണ്. ഈ essay 299 ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ഹൗ ടു ഡെവലപ്പ് ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ, അഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് ഓഡിറ്റ്, പിന്നെ ബേസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അമംഗ്സ്റ്റ് പ്രാക്ടീസിംഗ് ഓഡിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ അത് സിറ്റുവേഷൻ റിസോൾവ് ചെയ്യും, അങ്ങനത്തെ ടോപ്പിക്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ആൻഡ് ആഫ്റ്റർ 10:30 PM ഒന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം യു ടേക്ക് ദ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ. ഒരു 10:45 PM തൊട്ടിട്ട് ഒരു 12:30 AM, ഇനി 1 AM ആയിക്കഴിഞ്ഞാൽ 1 AM ആവുകയാണെങ്കിൽ അത്രയും വരെ തീർത്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. അതായത് ഇന്ന് രാത്രി തന്നെ ഈ പറഞ്ഞ അഷുറൻസ് എൻഗേജ്മെൻറ്റ് 200, 210, പിന്നെ 260, 265, 299 ആ ചെറിയ എസ്സേസ് അത്രണ്ണം, പിന്നെ ബാങ്ക് ഓഡിറ്റും തീർക്കണം. ആ ബാങ്ക് ഓഡിറ്റ് സുഖമായിട്ട് തീർക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബാങ്ക് ഔട്ട് പഠിക്കാതിരിക്കുന്നതെങ്കിൽ നടക്കത്തില്ല. ഓൾറെഡി നമ്മൾ RTP MTP പറയുന്ന പോലെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പിനകത്ത് 2 hours സുഖമായിട്ട് ബാങ്ക് ഓഡിറ്റ് തീർക്കാനൊക്കെ പറ്റും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ ഞാൻ ഈ കാണിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ക്വസ്റ്റൻ ആൻസർ ഫോർമാറ്റിലാണ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ബുക്കിൽ നമ്മുടെ മെറ്റീരിയലിൽ ഞാൻ ബാങ്ക് ഓഡിറ്റ് ഞാൻ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റൻ തൊട്ടേ വായിച്ച സമയം കളയാതെ ഇൻകം റെക്കഗ്നിഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷനിങ് നോംസ്, ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ, മറ്റേ NP ഐഡൻറ്റിഫിക്കേഷൻ, അഗ്രികൾച്ചർ ലോൺസ്, മറ്റേ ഈ ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഫെസിലിറ്റി, ഔട്ട് ഓഫ് ഓർഡറിൻ്റെ 3 സിറ്റുവേഷൻസ്, അത്തരം ടോപ്പിക്സ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. RTPയിൽ ഇൻകം റെക്കഗ്നിഷൻ ഇത്തവണ വന്നിട്ടുണ്ട് 2 പ്രാവശ്യം, RTPയിലും MTPയിലും അത് നോക്കിക്കോളൂ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും ലാസ്റ്റിലത്തെ 3 നോട്ട്, ബാങ്ക് ഓഡിറ്റ് ചേർത്ത 3 നോട്ട്സ്, ഡ്രോയിങ് പവറിനൊക്കെ ക്വസ്റ്റൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ബാങ്ക് ഓഡിറ്റ് ഫിനിഷ് ആയിട്ടേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഇസ് യുവർ ചാപ്റ്റർ നമ്പർ 10. ICMEറ്റിലെ ചാപ്റ്റർ നമ്പർ 10 ആണ് ഈ കാണുന്നത്. ചാപ്റ്റർ 10 ഇന്ന് രാത്രി തന്നെ ഫിനിഷ് ആവും. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാളെ 21-ാം തീയതി വെനസ്ഡേ, ഓക്കെ, നാളെ മോർണിംഗ് 5:30 സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചാപ്റ്റർ 10 തീർത്തിരിക്കുകയല്ലേ ബാങ്ക് ഓഡിറ്റ്. രാവിലെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്തിന് ഒരു 2 hours ടാർഗറ്റ് വയ്ക്കുക. അതിൽ കൂടുതൽ കൊടുക്കരുത്. ഓക്കെ, 2 hours ടാർഗറ്റിൽ ചാപ്റ്റർ നമ്പർ 9 നമ്മൾ ഫിനിഷ് ചെയ്യും. ചാപ്റ്റർ നമ്പർ 9 ആണ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. സാറേ ഈ ചാപ്റ്റർ 2 മണിക്കൂറിൽ തീരുമോ? ഇതൊന്ന് ചുമ്മാ സാറിന് പറയാൻ എളുപ്പമാണ്, തീർന്നിട്ടില്ലെങ്കിലോ? തീർത്തേ പറ്റൂ. അങ്ങനെ തീർക്കുന്നതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മുടെ ഓഡിറ്റ് ഓഫ് ബാങ്ക്സും ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസും ഈ 2 ചാപ്റ്ററും കൂടി ചേർത്തിട്ടാണ് ഒരു 15 മാർക്ക് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി യെസ് ഒരു 7-8 മാർക്ക് വരെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റും ഈ ചാപ്റ്ററിന്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിസ്തരിച്ച് പഠിക്കുക എന്നാൽ നാളെ വേണമെങ്കിൽ നാളെ ഉച്ച വരെ ഇരുന്നിട്ടും ഈ ചാപ്റ്റർ പഠിക്കാം. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, ബാക്കി നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ടൈം ടേബിൾ തരുന്നതിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനാണ്. ഈ 2 മണിക്കൂർക്കുള്ളിൽ എടുക്കരുത് ഈ ടോപ്പിക്കിനൊന്നും. ഓക്കെ, കാരണം അങ്ങനെ വായിച്ചെടുക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 2 മണിക്കൂറിനകത്ത് തീർക്കാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. എക്സ്പെൻഡിച്ചർ എടുത്ത് ഫോക്കസ് ചെയ്യുക, 5 പ്രിൻസിപ്പിൾസ്. പിന്നെ നമ്മുടെ LLP ഹയർ പർച്ചേസ് കമ്പനി, ഞാൻ എവിടെ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എഴുതിയെടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. LLP ഹയർ പർച്ചേസ് ലീസ് കമ്പനീസ്, പിന്നെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലത്തെ സ്കൂൾ, ഹോട്ടൽ, ഹോസ്പിറ്റൽ, ആ പോയിൻറ്റ്സ് ഫ്രെയിം വർക്ക് നോക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു 7 കോഡ് ഉണ്ടല്ലോ, വിബ്ജിയോർ കോഡ് ഉണ്ടല്ലോ, കളർ മറ്റേ PDF ഞാൻ അയച്ചിട്ടുണ്ടോ നമുക്ക് ഗ്രൂപ്പിൽ. ആ ഫ്രെയിം വർക്ക് നോക്കി വയ്ക്കുക. അതിന് 2 മിനിറ്റിന് ആവശ്യമുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ആ എല്ലാ എൻറ്റിറ്റീസിനെയും പോയിൻറ്റ്സ് ഒരു 1-2 വട്ടം വായിക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഇപ്പോൾ സ്കൂളിൻ്റെ റവന്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ, ഹോസ്പിറ്റൽസിൻ്റെ എക്സ്പെൻസസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ, തിയേറ്ററിൻ്റെ മിസ്ലിനിയസ് എക്സ്പെൻസോ അല്ലെങ്കിൽ അസറ്റ് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എവിടെയൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെമ്പേഴ്സ് ലിമിറ്റ് എത്രയാണ്, ചാരിറ്റി കൊടുക്കുന്നതിൻ്റെ ലിമിറ്റ് എത്രയാണ്, റിസർവ് ഫണ്ട് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, സൊസൈറ്റീസിൻ്റെ കീ ഫീച്ചേഴ്സും, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആ അവസാനത്തെ 3 സെക്ഷൻ 77, 78, 79 ഇത് നോക്കി വയ്ക്കുക. 2 മണിക്കൂറിൽ തീർത്തേ പറ്റൂ. മാക്സിമം ഒരു 2.25 മണിക്കൂർ, അത് കൂടുതൽ പോകരുത്. അപ്പോൾ നിങ്ങൾ ഇത് 2 മണിക്കൂറിൽ തീർക്കേണ്ടതാണ് എന്ന ബോധത്തിലാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇൻഡെപ്തായിട്ട് ലൈൻ ബൈ ലൈൻ വായിക്കാൻ എക്സാമിൻ്റെ തലേ ദിവസം ഇനി സമയമില്ല, മനസ്സിലിരിക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 9. നാളെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും തീർത്തിരിക്കണം. ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുത്ത് ചായ കുടിച്ചതിന് ശേഷം യു സ്റ്റാർട്ട് വിത്ത് ഇൻറ്റേർണൽ കൺട്രോൾ. കാരണം ഇൻറ്റേർണൽ കൺട്രോൾ ചാപ്റ്റർ കുറച്ച് ഡ്രൈ ചാപ്റ്ററാണ്. നമ്മൾ ICMEറ്റിലത്തെ ചാപ്റ്റർ നമ്പർ 3 ആണ് ഈ പറയുന്നത്. ഈ ചാപ്റ്റർ നമ്പർ 3 ഇൻറ്റേർണൽ കൺട്രോൾ റിസ്ക് അസസ്മെൻറ്റ്, അത് ഈ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട് ലാസ്റ്റിലോട്ട് വെച്ചാൽ ടെൻഷൻ കാരണം തലേ കയറത്തില്ല.
ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞ ടൈം ടേബിൾ പ്രകാരം പോവുകയാണെങ്കിൽ ഓൾറെഡി ചാപ്റ്റർ 10 കഴിഞ്ഞു, ചാപ്റ്റർ 9 കഴിഞ്ഞു, 2 ചാപ്റ്റർ കഴിഞ്ഞു എന്നുള്ള മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് ഇൻ്റർണൽ കണ്ടോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മുടെ നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഇൻ്റർണൽ കൺട്രോൾ കേട്ടപ്പോൾ തോന്നിയ ഹെവിനെസ് ഒന്നും ഇനി തോന്നത്തില്ല. കാരണം സംഭവം ആക്ച്വലി ചെറിയ ചാപ്റ്റേഴ്സാണ്. ആൻഡ് ഞാൻ ഈ തരുന്ന ടോപ്പിക്സ് ഫോക്കസ് ചെയ്യാം. ഇൻ്റർണൽ കൺട്രോളിൻ്റെ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, ലിമിറ്റേഷൻസ്, പിന്നെ ഇൻ്റർണൽ കൺട്രോളിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, അതുകൊണ്ട് ഓഡിറ്റിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഓട്ടോമേറ്റ് എൻവയൺമെൻറ്റിൻ്റെ ജനറൽ ഐ.ടി കൺട്രോൾസിൻ്റെ ആ എലമെൻറ്റ്സ് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓട്ടോമേറ്റഡ് എൻവയൺമെൻ്റ് ഇല്ലേ, അതിൽ ജനറൽ ഐ.ടി കൺട്രോൾസും പിന്നെ മറ്റേ ആപ്ലിക്കേഷൻ കൺട്രോൾസ്, ഐ.ടി ഡിപ്പെൻഡൻറ്റ് കൺട്രോൾസ്, അങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ടല്ലോ. ആ ജനറൽ ഐ.ടി കൺട്രോൾസിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റീസ് നന്നായി നോക്കിയോ. ഈ റീസെൻ്റ് ആയിട്ടുള്ള RTP MTP വീഡിയോയിൽ ഞാനത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ്. പിന്നെ ലാസ്റ്റ് പേജ്, നമ്മുടെ ബുക്കിൽ ഏറ്റവും ലാസ്റ്റ് പേജിൽ IFC ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ ചോദിച്ചില്ല എന്നേ ഉള്ളൂ. അതിന് മുന്നത്തെ 3 അറ്റംപ്റ്റിലും അതിന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. IFC ഡിസ്ക്ലോഷേഴ്സ് നോക്കിയോ, ലാസ്റ്റ് പേജ് SS 610. ഓക്കെ, ഇത് 9:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തീർത്ത് വെക്കുക. ചാപ്റ്റർ 3 തീർന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മുടെ വാട്ട് ഈസ് ഓഡിറ്റ് റിസ്ക്, IR, CR, DR ആ ടോപ്പിക്സ്. പിന്നെ SS 315 എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെൻറ്റിൻ്റെ മീനിങ് നോക്കുക. എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെൻറ്റിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് ഈ റെലവൻറ്റ് ഇൻഡസ്ട്രി റെഗുലേറ്ററി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഷോർട്ട് ഫോമിൽ നിങ്ങളുടെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ പോയിന്റ്സ് നോക്കണം. പിന്നെ എൻറ്റിറ്റിനെയും എൻവയൺമെൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില ആൾക്കാരുടെ എൻക്വയറീസ് നടത്തത്തില്ലേ, ആരോടൊക്കെയാണ് എൻക്വയറീസ് നടത്തുക, അത് ഇത്തവണ RTPയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അത് പോയിന്റ് നോക്കിയോ. ഓക്കെ, SS 315 ഫസ്റ്റ് പേജിൽ കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് ഓൺ ഡിഫറെൻറ്റ് പേഴ്സൺസ് ടു ഹും ദി ഓട്ടർ എൻക്വയർസ്, മേക്ക് ദി എൻക്വയറി. ആ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസ്ക് മാനേജേഴ്സ്, അങ്ങനെ ഒരു ഇൻ്റർണൽ ഓഡിറ്റേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അത് നോക്കിയോ, 315 ഫസ്റ്റ് പേജിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ SA 330 ഒരു ക്വിക്ക് റീഡ് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് 1 by 1 കാണാൻ പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒരു 1-2 വട്ടം സ്പീഡിൽ വായിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ 11:30 AM ഈ റിസ്ക് അസസ്മെൻറ്റ് ടോപ്പിക്ക് കൂടി തീരുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്പർ 3 ഈസ് ഓവർ. ഓക്കെ, അതിനുശേഷം അപ്പോൾ മെയിനായിട്ടുള്ളൊരു സംഭവം ചാപ്റ്റർ 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഒരു 3 ഹെവി വെയിറ്റ് ചാമ്പ്യൻസ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മളോട് തീർത്തേക്കുന്നത്. ഒരു ചെറിയ ചാപ്റ്റർ SA 230, 11:45 to 12:30, 45 മിനിറ്റ്സ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ 11:45 എന്നുള്ളത് ചിലപ്പോൾ 12 മണി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 11:20 ആയിരിക്കാം. അത് കുഴപ്പമില്ല. നിങ്ങൾ എത്ര സമയത്തിനകത്ത് തീർക്കുന്ന ഓരോ ടോപ്പിക്സ്, എത്ര വെയിറ്റേജ്, അതാണ് ഞാൻ ഈ പറയുന്ന ഉദ്ദേശം. സോ ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ഇതിൽ SA 230 എന്താണ് ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതാരുടെ പ്രോപ്പർട്ടി, ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർട്ടിയാണ്, ദ ഫോം കണ്ടന്റ് എക്സ്റ്റർ ഡോക്യുമെൻറ്റേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ സമ്മറി, അതൊക്കെയുള്ളൂ SA 230. പെട്ടെന്ന് തീർക്കുക. നമ്മുടെ ചാപ്റ്റർ നമ്പർ 6 അവിടെ തീർന്നു. ദാറ്റ് ഈസ് 1 ചാപ്റ്റർ. സോ അത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ചാപ്റ്റർ അവിടെ തീരുകയാണ്. അതിനുശേഷം ഒരു 12:30 to 3:30 ഇതിനിടയിൽ നിങ്ങളൊരു 15-20 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി. എക്സാമിൻ്റെ തലേദിവസമാണ്, ഓഡിറ്റ് എക്സാമിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ലാവിഷായിട്ട് അങ്ങ് മന്തി കഴിക്കാനും ബിരിയാണി കഴിക്കാനും സമയമില്ല. കുറച്ച് ഭക്ഷണം കഴിക്കുക, ചാടി ബുക്ക് എടുക്കുക. വേറെ ഒരു സമയം കളയലും ഇല്ല ഇതിനകത്ത്. ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്ന പോലെ ഈ ഒരു എഫേർട്ട് എടുത്ത് പോയാലേ നമുക്ക് 1.5 ഡേയ്സ് തീർക്കാൻ പറ്റത്തുള്ളൂ. അത് മറക്കരുത്. ഓക്കെ, 12:30 to 3:30 ചാപ്റ്റർ നമ്പർ 8 ഓഡിറ്റ് റിപ്പോർട്ട് ഫിനിഷ് ആവണം. സാർ ഇതൊക്കെ പറയാൻ എളുപ്പമല്ലേ എന്ന് വീണ്ടും നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം. പറയാൻ എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്. ഇഫ് യു കമ്മിറ്റ് ടു ദാറ്റ് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം 700 ആ ഫോമിങ് ആൻഡ് ഒപ്പീനിയൻ ഓൺ ദ ഓഡിറ്റ് റിപ്പോർട്ട്, അതിൻ്റെ അകത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൽ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ്, ഒപ്പീനിയൻ പാരഗ്രാഫ്, പിന്നെ നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫ്, ഇതിൻ്റെ അകത്തെ കുറച്ചെങ്കിലും പോയിന്റ്സ് ഉള്ളൂ. പിന്നെ ആ സ്പെസിഫിക് ഇവാലുവേഷൻസ് ഒരു 7 ചെറിയ പോയിന്റ്സ് ഉണ്ട്. ബാക്കി 700 എന്തോ അധികം പഠിക്കാനുള്ള. യൂഡിൻ നോക്കിയോ, യൂഡിൻ്റെ കൺസെപ്റ്റ് നോക്കിയോ. പിന്നെ 701 കീ ഓഡിറ്റ് മാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷൻസിലാണ് കൊടുക്കുന്നത്. 3 സിറ്റുവേഷൻസിലാണല്ലോ കീ ഓഡിറ്റ് മാറ്റേഴ്സ് കൊടുക്കുക. കീ ഓഡിറ്റ് മാറ്റേഴ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഏതൊക്കെ കാര്യങ്ങൾ, ഒരു 3 പോയിന്റ്. അതേ 701. 705 ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചോ, ജസ്റ്റ് 1 ടൈം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സംഭവം. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ക്വാളിഫൈഡ് ഒപ്പീനിയൻ എപ്പോൾ കൊടുക്കും, അഡ്വേഴ്സ് ഒപ്പീനിയൻ എപ്പോൾ കൊടുക്കും, ഡിസ്ക്ലെയിമർ കൊടുക്കും, അതൊക്കെ നമ്മൾ ടാബ്ലറ്റ് ചെയ്ത് നോട്ട്സ് എഴുതി വെച്ചുള്ള സംഭവം. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. 706 വലിയ ഡെപ്ത് ഇല്ല. 710 വലിയ സീം വരാൻ പോകുന്നില്ല. 710 മാത്രം ആ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ഓഡിറ്റർ യൂസ് ചെയ്യുന്ന 3 സിറ്റുവേഷൻസ് നോക്കി വെക്കുക. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ മറ്റേ കമ്പാരിറ്റീവ് FS ചോദിച്ചു. അത് എപ്പോഴും ചോദിക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് ഇത്തവണ വീണ്ടും ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കറസ്പോണ്ടിങ് ഫിഗേഴ്സ് മാത്രം വായിച്ചു വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഈ ടൈം ടേബിൾ വെക്കുന്നതിന് അടുത്ത് ഇമ്പോർട്ടൻസ് ഇതാണ്. 12:30 തുടങ്ങിയിട്ട് 3:30 തീർക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം 1.5, 2.5, 3 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, നിങ്ങൾ ക്യാറോ മാത്രം ചിലപ്പോൾ ഒരു 4 മണിക്കൂർ ഒന്ന് പഠിക്കും. അങ്ങനെ പഠിക്കരുത്. അതിന് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് അത്രയും മാത്രം ഇറ്റ്സ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ വേസ്റ്റ്ഫുൾ ആണ്. ഈ 3 മണിക്കൂറിനകത്ത് 700 സീരീസും തീർത്ത് ക്യാറോയും തീർത്തണം. സാറേ ഇതിനിടയിൽ 143, 1ഉം 2ഉം 3ഉം കമ്പനീസ് ആക്ട് ഉണ്ടല്ലോ, അത് ഇനി പഠിക്കണം എന്തിനാണ്? നിങ്ങൾ ലോ എക്സാം കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്? അത് മറന്നു പോയെങ്കിലോ എന്ന ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഉള്ള ഓർമ്മ മതി. കാരണം അതും
സി ഡോണ്ട് വെറി. ഓഡിറ്റ് എക്സാമിന് 143 123 ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഫുൾ കവർ ചെയ്ത് പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ലോ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ഓഡിറ്റിങ്ങിൽ സ്ഥിരം ഹൈ ഫ്രീക്വൻസിയിൽ ചോദിക്കുന്ന ടോപ്പിക് അല്ല ഈ ഡ്യൂട്ടി റിപ്പോർട്ടൊക്കെ. തൊട്ട് മുന്നത്തെ Jan 25 അറ്റംപ്റ്റിൽ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ അതർ മാറ്റേഴ്സ് ആസ് പെർ മറ്റേ റൂൾ നമ്പർ 11 അകത്തുള്ള ഒരു പോയിന്റ്, കണ്ടിജന്റ് ലയബിലിറ്റീസിൻ്റെ ഒരു പോയിന്റ്, പെൻഡിങ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൻ്റെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അതൊന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക് അല്ല. അതൊക്കെ നിങ്ങൾ ഇനി വീണ്ടും വായിച്ച് ഈ ഓഡിറ്റിൻ്റെ തലേദിവസം വായിച്ച സമയങ്ങളുണ്ട്. ഓൾറെഡി പഠിച്ചിട്ടല്ലേ നിങ്ങളിപ്പോൾ ഈ ലെവലിൽ എത്തിയേക്കുന്നത്. നിങ്ങളിവിടെ ഇപ്പോൾ ഈ സമയത്ത് ഈ 700 സീരീസ് തീർത്ത് 3:30 മുമ്പായിട്ട്, നാളെ വൈകുന്നേരം 3:30 മുമ്പായിട്ട് ക്യാരോ തീർത്തിരിക്കണം. ക്യാരോ തീർക്കുമ്പോൾ ഞാൻ പറഞ്ഞു ക്യാരോൻ്റെ ആപ്ലിക്കബിലിറ്റി ഫോക്കസ് ചെയ്യാം. സ്ഥിരം ഓഡിറ്റിങ്ങിൽ ചോദിക്കുന്ന ടോപ്പിക്കാണത്. അതേപോലെ ക്ലോസ് നമ്പർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കുറച്ച് ക്ലോസസ്. ഈ ക്ലോസസ് ആദ്യമേ വായിക്കുക. ഇത് വായിച്ച് സെറ്റാക്കിയിട്ട് ബാക്കി ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇത് പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് ഈ കാണാതെ പഠിക്കുന്ന ലെവലിൽ എക്സാമിൻ്റെ തലേ ദിവസം ക്യാരോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മോർ ദാൻ 45 മിനിറ്റ്സ് 1 അവർ കൊടുക്കുന്നതൊക്കെ വേസ്റ്റ്ഫുൾ ആണ്. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ക്യാരോ എന്ന് വന്നത് ആനമുട്ട 0 മാർക്സിനാണ്. Jan 25 ക്യാരോ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. September 2024 ക്യാരോ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. May 2024 ഐ തിങ്ക് ഇറ്റ് കെയിം ഫോർ 2 മാർക്സ് ഓർ സംതിങ്. അങ്ങനെയുള്ള സാധനത്തിൽ നിങ്ങൾ എന്തിനും എക്സാമിന് തലേദിവസം സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തീർക്കുക. ഓക്കെ, അതിനുശേഷം ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് ദെൻ സ്റ്റാർട്ട് ഓൺ SE 220. സോ നമ്മൾ ചാപ്റ്റർ 8 ഇവിടെ ഓൾറെഡി തീർത്തിട്ടുണ്ട്. സോ ചാപ്റ്റർ 10 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 8 കഴിഞ്ഞു. അതിനുശേഷം SE 220 തീരുമ്പോഴത്തേക്കും ചാപ്റ്റർ നമ്പർ 11 തീരും. കാരണം 200 210 ഒക്കെ നമ്മൾ ഓൾറെഡി ഇന്ന് തീർക്കുന്നുണ്ടല്ലോ. 20-ാം തീയതി ഇന്ന് തീർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാളെ വൈകുന്നേരം ഈ 220 തന്നെ ഈ പല കുട്ടികൾക്കും SE 200 സീരീസിൽ ഏറ്റവും കുറച്ച് ഒരു ഇഷ്ടക്കേട് തോന്നുന്ന രസമാണ് ഈ SE 220. കാരണം SQC1 പ്രകാരം ഫേം എന്ത് ചെയ്യണം, SE 220 പ്രകാരം EP എന്ത് ചെയ്യണം എന്ന് മാറി ആ 6 പ്രിൻസിപ്പിൾസ് പഠിക്കായില്ലേ. അതിൽ തന്നെ നമ്മുടെ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, ആ പ്രിൻസിപ്പിൾസിൻ്റെ അകത്ത് ഫേം ചെയ്യുന്ന പോളിസീസ്, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. എൻ്റെ സാധനം കാണാൻ പഠിക്കാൻ നിൽക്കണ്ട. ഫോക്കസ് ഓൺ ഹൗ ദ ഫേം ഇവാലുവേറ്റിംഗ് ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ ക്ലയൻറ്റ് എൻറ്റിറ്റി, നമ്മൾ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പും എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ പോയിന്റ് കൂടി നോക്കിക്കുക. ഈ 3 പോയിന്റിന് ഫോക്കസ് കൊടുക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. പിന്നെ 5:15 നാളെ വൈകുന്നേരം ഒരു ടീ ബ്രേക്കിനൊക്കെ ശേഷം 5:15 മുതൽ ഒരു 6:30 വരെ. ഐഡിയ ബീങ് ഈ 5:15 6:30 എന്ന സമയത്തിനല്ല അവിടെ ഇമ്പോർട്ടൻസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1.25 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂറിനകത്ത് SE 300 തീർത്തിക്കണം. അതാണ് നമ്മളെ ചാപ്റ്റർ നമ്പർ 2. ഒരു ചാപ്റ്ററാണ്. SE 300 സ്കിപ്പ് ചെയ്യരുത്. ആ ഒറ്റ എസ്സേയുടെ അകത്തുനിന്ന് ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് മിനിമം ഒരു 7 to 8 10 മാർക്ക് വരെ വെയിറ്റേജ് പോകാം. 8 മാർക്സ് എന്തായാലും വരും. ഓഡിറ്റ് സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ അകത്തുള്ള 5 പോയിന്റിലത്തെ how to ascertain the characteristics of the engagement, how to ascertain the reporting objectives, identifying the characteristics of the engagement, ascertaining the reporting objectives and timetable for the entities reporting, പിന്നെ considering the factors that are required in directing the engagement team's effort. ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ താഴത്തെ 3 പോയിന്റ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഹെഡിങ്സിന് താഴെ സബ് പോയിന്റ്സ് ഉണ്ട്, ഒരു 4 പോയിന്റ് വെച്ച്. അത് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ ഇതിലേതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. പിന്നെ ഓഡിറ്റ് പ്ലാൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, പോയിന്റ്സ് ടു ബി കൺസിഡർഡ് ഡെവലപ്പിംഗ് ഓഡിറ്റ് പ്രോഗ്രാം, ഹൗ ടു ഡെവലപ്പ് ഓഡിറ്റ് പ്രോഗ്രാം, 5 പോയിന്റ്സ് നോക്കി വെച്ചോ. അത്രയേ ഉള്ളൂ SE 300. അതിൻ്റെ ആവശ്യമുള്ളൂ. ചാപ്റ്റർ 2 ഇസ് ഓവർ. സോ ചാപ്റ്റർ 1 കഴിഞ്ഞു, ചാപ്റ്റർ 2 കഴിഞ്ഞു, ചാപ്റ്റർ 3 ഇൻ്റേണൽ കൺട്രോൾ ചാപ്റ്റർ കഴിഞ്ഞു, ചാപ്റ്റർ 6 കഴിഞ്ഞു അല്ലേ. 1 2 3 6 കഴിഞ്ഞു. പിന്നെ 8 9 10 11 നമ്മൾ 8 ചാപ്റ്റേഴ്സ് നാളെ വൈകുന്നേരം ഈ പറയുന്ന 6:30 PM തീർക്കുക. ഇനി 3 ചാപ്റ്റേഴ്സ് കൂടി ഉള്ളൂ. സ്റ്റാർട്ട് വിത്ത് ഒരു 6:45 ഒന്ന് ഫ്രഷായി വന്നിട്ട് 320 മറ്റേ 450 ചെറിയ ഏരിയ ആണ്. 6:45 to ഒരു 1.5 hours ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടി വരത്തില്ല ആക്ച്വലി. ഇതൊരു 1 മണിക്കൂർ 7:45 ആകുമ്പോഴത്തേക്കും വേണമെങ്കിൽ തീർക്കാം. 8 മണിക്ക് മുമ്പ് എങ്ങനെയും തീർക്കാൻ പറ്റും. 320 ഒക്കെ എന്തുവാടാണുള്ളത്. 320 മെറ്റീരിയാലിറ്റിയിൽ എന്താണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി, എന്താണ് ഓറൽ മെറ്റീരിയാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് കൺസേൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് ഇത്രയുള്ള മെയിൻ ടോപ്പിക്സ്. പിന്നെ 450 ഇന്നേ വരെ എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ ലെക്ചർ നോട്ട് എടുക്കുക. ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ടാവും 450 ഇവാലുവേഷൻ ഓഫ് അൺകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അത് നോക്കി വെക്കുക. ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. അതാ പറഞ്ഞത്, ഇത്രയും സമയം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല അതൊന്നും എടുക്കാനായിട്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എന്താ സേഫ്റ്റിക്ക് പറയുന്നേ ഉള്ളൂ. ഇത്രയും സമയം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇതുപോലും വേണ്ടി വരത്തില്ല.
ഓക്കെ, അതിനുശേഷം നാളെ ഡിന്നർ ടൈമിന് ശേഷം ക്രൂഷ്യലായിട്ടുള്ള ബാറ്റിൽ സ്റ്റാർട്ട് അവസാനത്തെ 3 ചാപ്റ്റേഴ്സോട്ട് പോവാണ്. അതായത് ചാപ്റ്റർ നമ്പർ 4, ചാപ്റ്റർ നമ്പർ 7, പിന്നെ നമ്മുടെ ചാപ്റ്റർ നമ്പർ 5. അത്രയും നമുക്കിനി ബാക്കിയുള്ളൂ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 സ്റ്റാർട്ട് ഈ എസ് എ 500 സീരീസാണ്. 4ഉം 7ഉം ഈ ഫുൾ 500 സീരീസാണ് കിടക്കുന്നത്. രാത്രി 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 12:45 മാക്സിമം 1 മണി, അത് 1 മണി വരെ തീർത്താൽ മതി. കാരണം എക്സാമിൻ്റെ തലേദിവസം നമുക്ക് ഉറക്കം പ്രാധാന്യമാണ്. 500 ഓഡിറ്റ് എവിഡൻസ്, പിന്നെ മറ്റേ സ്പെസിഫിക് കൺസിഡർ ഫോർ സെലക്ട് ഐറ്റംസ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഇനിഷ്യൽ എൻഗേജ്മെൻറ്റ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇത്രയും എസ്സേസ് രാത്രി തീർത്തേ പറ്റൂ. എങ്ങനെ തീർക്കും എന്നൊരു ഐഡിയ കിട്ടാനാണ് ഞാൻ അതിനെ ഓരോ എസ്സേക്കും എത്ര സമയം കൊടുത്താൽ മതി എന്നൊരു ഐഡിയ കിട്ടാനായിട്ട് ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത്. 9 മുതൽ 9:45 അകത്ത് 500 തീർക്കണം. ആ ഒരു ഐഡിയ ഞാൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ ഡെപ്തിൽ ചിലപ്പോൾ ഓഡിറ്റ് എവിഡൻസിൻ്റെ ഡെഫിനേഷൻ 10 പ്രാവശ്യം വായിച്ച് അങ്ങനെ പഠിക്കേണ്ട. എക്സാമിൻ്റെ തലേ ദിവസം അതിനുള്ള സമയമല്ല. ആ പഠിപ്പ് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞു ഇരിക്കുകയാണ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ നിവൃത്തിയില്ല കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ 45 മിനിറ്റിൽ നിങ്ങൾ SF500 തീർക്കണം. വാട്ട് ഈസ് ഓഡിറ്റ് എവിഡൻസ്, ബേസ്ഡ് ഓൺ ക്യാരക്ടർ, ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ നേച്ചർ, അതിന് ഇത് നോക്കുക. പിന്നെ ഓഡിറ്റ് എവിഡൻസ് വെൻ ഒബ്റ്റെയിൻ ഫ്രം ദ മാനേജ്മെൻറ്റ്സ് എക്സ്പെർട്ട്, നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ട് ഇസ് ദ മെത്തഡോളജി ഫോർ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് ട്രെയിനിൻ്റെ കൺസെപ്റ്റ്, എൻക്വയറി എന്നുള്ള ടെക്നിക്കിനെ പറ്റിയിട്ടുള്ള തിയറി ഒന്ന് വായിച്ച് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയുള്ള SF500 മെയിൻ ടോപ്പിക്സ്. SF501 ഇൻവെൻട്രിയുടെ സംബന്ധിച്ചിട്ട് ഓഡിറ്റേഴ്സ് എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്, എക്സിസ്റ്റൻസും കണ്ടീഷനും, അത് നോക്കാനായിട്ട് ഓഡിറ്റർ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവെൻട്രിക്ക് എന്തൊക്കെ ഓഡിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഫിസിക്കൽ ഓഡിറ്റേഴ്സ് അറ്റൻഡൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസും ലെറ്റർ ഓഫ് എൻക്വയറി ഒക്കെ നോക്കി വെക്കുക. 505 പോസിറ്റീവ് കൺഫർമേഷൻ, നെഗറ്റീവ് കൺഫർമേഷൻ ഡിഫറൻസ് നോക്കി വെച്ചോ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നെഗറ്റീവ് കൊടുക്കുക നോക്കി വെച്ചോളൂ. പിന്നെ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ ചെയ്യണോ വേണ്ടോ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അത്രയുള്ള SF505. ഇനിഷ്യൽ എൻഗേജ്മെൻറ്റ് 510 ഒക്കെ ജസ്റ്റ് 1 ടൈം റീഡ്. അതിലൊന്നും പ്രത്യേകിച്ച് സ്പെസിഫിക്കലി എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക് ഇല്ല. ഇനിഷ്യൽ എൻഗേജ്മെൻറ്റിൽ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന എസ്സേ അല്ല അത്. 520 അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൽ ഫാക്ടേഴ്സ് ടു ബി ഡിസൈഡിങ് ഇൻ കൺസിഡറിങ് വെദർ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോംസ് പാർട്ട് ഓഫ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് അനലിറ്റിക്സ് ചെയ്യണോ വേണ്ടോ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി വയ്ക്കുക. അതാണ് 520 ആകപ്പെടെ ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവം. എക്സാം ഡേ മോർണിംഗ് ഫ്രഷ് ആയിട്ട് ആദ്യം ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് വിത്ത് SF530. എന്താണ് സാമ്പിൾ, എന്താണ് സാമ്പിളിംഗ് റിസ്ക്, എന്താണ് പോപ്പുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്, നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സാമ്പിൾ സൈസ്. ഇതാണ് മെയിൻ ടോപ്പിക്സ്. ഓക്കെ, ഈ ഇവാലുവേഷൻ ഓഫ് ദ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഐഡൻറ്റിഫൈഡ് സാമ്പിൾ, ആ സാമ്പിൾ പ്രൊജക്ഷൻ ഒക്കെ ആ നോട്ട് മാത്രം ജസ്റ്റ് ഒരു 1 ടൈം വായിച്ച് വെച്ചിരുന്നാൽ മതി. സ്ഥിരം എക്സാമിൽ ചോദിക്കുന്നത് സാമ്പിളിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്താണ് സാമ്പിളിങ്, സാമ്പിളിംഗ് റിസ്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വാൻറ്റേജസ് ഒക്കെ. പിന്നെ സാമ്പിളിംഗ് ടെക്നിക്സ് നോക്കി വെച്ചോ. റീസെൻ്റ് ആയിട്ടുള്ള RTP MTP വന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഇൻ്റർവൽ സാമ്പിളിങ്ങിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ വാട്ട് സാമ്പിളിംഗ് ടെക്നിക് ഇസ് ദിസ്, അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ ആ ടെക്നിക്സ് ഒന്ന് വായിച്ച് വയ്ക്കുക. SF550 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഐഡൻറ്റിഫൈ RP ട്രാൻസാക്ഷൻ, 2 എൻക്വയറി, ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റ് ലൈക്ക് എന്താണ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഓഡിറ്റർ എങ്ങനെയാണ് RP ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക് കൂടി ജസ്റ്റ് ലാസ്റ്റ് കൺക്ലൂഡിങ് 2-3 സെൻറ്റൻസുകളൊക്കെ. 560 സബ്സിക്രിവൻസിൽ എന്താണ് ഓഡിറ്റർ ഒബ്ജക്റ്റീവ്, 2 പോയിന്റ് അത് നോക്കി വെക്കുക. പിന്നെ സബ്സിക്രിവൻസ് ലൈക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും സബ്സിക്വൻസ് ഓർ എനി സച്ച് ഇവൻറ്റ്സ് വിച്ച് അറൈസസ് ടു ദി ഓഡിറ്റേഴ്സ് അറ്റൻഷൻ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ബട്ട് ബിഫോർ ഇഷ്യൂ ടു പബ്ലിക്, ആഫ്റ്റർ ഇഷ്യൂ പബ്ലിക്. അതിൽ 2 സിനാരിയോസ് അങ്ങനെയില്ലേ. നമ്മൾ DDI ഡിറ്റർമിൻ വാട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ്, എൻക്വയർ ഹൗ ദേ ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് കറക്റ്റ് അതൊരു 1 ടൈം വായിച്ചിട്ട് ഓൺ വേർഡ്സിലൊന്ന് പറഞ്ഞ് സെറ്റാക്കി വെക്കുക. അത് അല്ലാണ്ട് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പക്ഷം ഒന്ന് ഓൺ വേർഡ്സിലെങ്കിലും എഴുതാൻ പാകത്തിൽ ഒന്ന് നോക്കി റെഡി ആക്കി വയ്ക്കുക. 560 570 ഗോയിങ് കൺസേണിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷണൽ അതർ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി വെച്ചോ. പിന്നെ SF570 ലാസ്റ്റിൽ നമ്മളൊരു ഫ്ലോ ചാർട്ട് വെച്ചിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ടും കൂടി നോക്കിയോ. അതായത് ഗോയിങ് കൺസേണിനെ സംബന്ധിക്കുന്ന മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, അത് അൺറിസോൾവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓൾറെഡി റിസോൾവ് ആണ് പക്ഷേ അൺസർട്ടനിറ്റി ഉണ്ട്, അത് ഡിസ്ക്ലോസ്ഡ് ആയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ആ ഒരു ഫ്ലോ ചാർട്ട് പോസിബിലിറ്റീസ് നോക്കി വെച്ചോ. റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് എല്ലാം SF580. അതോടെ കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ നമ്പർ 4ഉം 7ഉം കഴിഞ്ഞു. ഇവിടെ ചാപ്റ്റർ നമ്പർ 4ൻ്റെയും 7ൻ്റെയും ലാസ്റ്റ് ഏരിയ ഇതാണ്. 4ഉം 7ഉം തീരുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്. SF500 തീരുന്നതോട് കൂടിയിട്ട് 580 വന്നിട്ട് റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ജസ്റ്റ് ഒരു
ഓവറോൾ റീഡിങ് വെച്ചിരുന്നാൽ മതി. കാരണം സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഏത് ടോപ്പിക്ക് വരുന്ന ഹൈലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ ചെറിയ ക്വസ്റ്റൻസ്, MCQs അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. റിട്ടൺ പ്രൊസഷൻസ് ആർ ഫോർ ഓൾ ദ പീരിയഡ്സ് കവർഡ് ഇൻ ദി ഓഡിറ്റ്. അതൊന്ന് നോക്കി വയ്ക്കുക. ഒരു 2024 മെയ് അറ്റംപ്റ്റ് എന്തോ അതിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ റിട്ടൺ പ്രൊസഷൻസ് മാനേജ്മെൻറ്റ് തന്നിട്ടില്ല അല്ലെങ്കിൽ റിലയബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ്? അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുള്ളൂ SF5 നിന്ന്. ഒരു 9 മണിയാകുമ്പോഴത്തേക്കും എക്സാം ഡേ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഇത്രയും തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ഔട്ട് ഓഫ് 11 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഇനി എൻ്റെ ബാക്കിയുള്ളൂ ഓഡിറ്റ് ഓഫ് ഡിഫറെൻ്റ് ഐറ്റംസ് എന്നുള്ള ആ ഒരു വലിയ ചാപ്റ്ററാണ് ബാക്കിയുള്ളത് അല്ലേ. 15 മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ. ഈ 15 മാർക്കിൽ നമ്മുടെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിലത്തെ ഒരു മിനിറ്റ്, ഓഡിറ്റ് ഓഫ് ഡിഫറെൻ്റ് ഐറ്റംസ് നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 ആണ് അല്ലേ. ചാപ്റ്റർ 5. ഈ ചാപ്റ്റർ 5 15 18 മാർക്ക് എന്ന് വെച്ചോ. 18 മാർക്കാണ് വരാൻ പോകുന്നതെങ്കിൽ ഈ 18 മാർക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ. ഇതിന്ന് മറ്റേ അസേർഷൻ ബേസ്ഡ് ആയിട്ടുള്ള MCQs എന്തായാലും വരും. അതായത് ഓഡിറ്റ് പ്രൊസീജിയർ കാണിച്ചിട്ട് ഏത് അസേർഷനാണ് ഓഡിറ്റർ ഇവിടെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അസേർഷൻ വെരിഫൈ ചെയ്യാൻ ഏത് പ്രൊസീജിയർ ഉപയോഗിക്കണം, ഓപ്ഷൻസ്, അങ്ങനത്തെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ RTP MTP നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ MCQs മിനിമം ഒരു 4 മുതൽ 6 മാർക്ക് വരെ വരും. സോ അതായത് പിന്നെ ഒരു 12 മുതൽ 14 മാർക്ക് വരെയാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിന് 12 മുതൽ 14 വരെ ഡിസ്ക്രിപ്റ്റീവ് വരാം. ഈ മാക്സിമം പോസിബിലിറ്റി ഈ 12 മുതൽ 14 മാർക്ക് വരുന്നതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള AS ഓർ ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയനെ സംബന്ധിച്ചിട്ടോ, ഇപ്പോൾ തൊട്ട് മുന്നത്തെ Jan 25 എക്സാംസിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. ഇതൊക്കെ AS 26 നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ. റിസർച്ച് സമയത്തുണ്ടായിരുന്നത് എക്സ്പെൻഡ് ചെയ്യും, ഡെവലപ്മെൻറ്റിലുള്ളത് ക്യാപിറ്റലൈസ് ചെയ്യും, അതിൻ്റെ അത് അമോർട്ടൈസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഒക്കെ AS 26 അല്ലേ. സോ ഈ ചാപ്റ്റർ ഞാൻ എന്തുകൊണ്ട് ലാസ്റ്റോട് വെച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ലോയും അക്കൗണ്ട്സും എക്സാം കഴിഞ്ഞ് നിൽക്കുവാണ്. സോ എക്സാമിൻ്റെ ഓഡിറ്റിംഗ് എക്സാമിൻ്റെ തലേദിവസം വീണ്ടും ഫുൾ ASഉം ലോയും നോക്കി സമയം കളയണ്ട. AS ലോ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം ഒരു 4 to 6 മാർക്സിന്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ചോയ്സ് എന്നുള്ളത് നമ്മുടെ ഹൗ ടു വൗച്ച് ഓർ വെരിഫൈ എന്നും പറഞ്ഞിട്ട് ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ വരാം. അഗൈൻ ഒരു 4-5 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ്. ഹൗ ടു വെരിഫൈ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലാണ് നമ്മുടെ ഫ്രെയിംവർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. 3 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് പറഞ്ഞിട്ടില്ലേ, ഓപ്പണിംഗ് ബാലൻസിന് തുടങ്ങി SF 330 ഫ്രെയിംവർക്ക്, അസർഷൻസ് ഓർമ്മ ചെക്ക് ചെയ്യുക, ഒരു ഫ്രെയിംവർക്ക്. സോ അത് അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൈം ടേബിളിൽ നമ്മൾ ഈ രാവിലെ 9 മണിക്ക് ശേഷം ഫ്രെയിംവർക്ക് മാത്രം നോക്കുക. AS ലോ ടോപ്പിക്സ് നോക്കണ്ട, അത് ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചല്ലോ. ഫ്രെയിംവർക്ക് പഠിക്കുക. കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട് ഫ്രെയിംവർക്ക് ഒരു 15 മിനിറ്റിന് ആവശ്യമുള്ളൂ. ഓർ ഫ്രെയിംവർക്കിന് പകരം വേണമെങ്കിൽ അവർക്ക് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സും ചോദിക്കാം. ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് അതാണ് നമ്മുടെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിലത്തെ ലാസ്റ്റിൽ ഞാൻ തന്നിട്ടുള്ള ആ 10 നോട്ട്. ക്രിപ്റ്റോ കറൻസിനെ സംബന്ധിച്ചിട്ട്, ഇൻ്റർമീഡിയറ്റ് ലോൺ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട്, ഫണ്ടിങ് പാർട്ടിൽ നിന്നും പൈസ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ചിട്ട്, പിന്നെ റേഷ്യോസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഇല്ലേ, ഒരു 10 ഡിസ്ക്ലോഷർ നോട്ട്സ് ഇല്ലേ, ഷെഡ്യൂൾ 3 ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, അത് നോക്കി വയ്ക്കുക. അതിന് ½ an hour. സോ മാക്സിമം 45 മിനിറ്റ്സിനകത്ത് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. AS ലോ ടോപ്പിക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്, അത് നോക്കണ്ട. പിന്നെ തേർഡ് പോസിബിലിറ്റി, അതായത് ഞാൻ ടൈം ടേബിളിൽ 9:15 മുതൽ 9:30 മുതൽ 11 വരെ ഒരു 1.5 hours കൊടുത്തിട്ടുണ്ട്. ബാക്കി സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ സമയത്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ എക്സാം മാറ്റി വെച്ച സമയത്തും അല്ലെങ്കിൽ RTP സമയത്തൊക്കെ ഗ്രൂപ്പിൽ ഞാൻ ഓഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഓഡിയോയിൽ ചെയ്തിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഫുൾ ലെങ്ത് ടോപ്പിക്ക് ചോദിക്കുന്നതിന് പകരം വാട്ട് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു വെരിഫൈ or to confirm or to check or examine the valuation, or how to check the rights and obligation, or how to ensure the completeness of എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ചോദിക്കും. വാല്യുവേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്. വാല്യുവേഷൻ, റൈറ്റ്സ് ഇത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ 15 ഐറ്റംസേ പഠിക്കാറുള്ളൂ. 10 എണ്ണത്തിനാണ് ഫ്രെയിംവർക്ക്. അവസാനത്തെ 5 എണ്ണം ഫ്രെയിംവർക്ക് ഒന്നുമില്ല, കാണാൻ പഠിക്കേണ്ട ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അല്ല ഈ ചാപ്റ്റർ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ സംഭവം ഇപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ ഇനി ഒന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഈ ലാസ്റ്റിലോട്ട് വേണ്ട, ബുക്ക് അടച്ചിട്ട് അങ്ങ് പൊയ്ക്കോ, എക്സാമിന് പോയിക്കോ. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ കയറും. കാരണം ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, AS ലോ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ അത് നടക്കത്തില്ല.
ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് ഈ 15 ആദ്യത്തെ 10 ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ബോറോയിങ്സ്, ലോൺസ്, ക്യാഷ്, ഇൻടാഞ്ചിബിൾസ്, PPE, പർച്ചേസ്, സെയിൽസ്, പിന്നെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്. ഈ സാധനങ്ങൾക്കെല്ലാം ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഏതായിരുന്നു പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. ഈ 10 ഈ ഇത് ഓരോന്നിൻ്റെയും റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, വാല്യുവേഷൻ ഒരു 5 പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ ഓരോ ദിവസം ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. RTPMT ഇവൻ്റ് ഉണ്ട്, എക്സാം മാറ്റി വെച്ച സമയത്തും ഗ്രൂപ്പിൽ ഞാൻ ഓടിയിട്ടിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് വയ്ക്കുക, എന്നിട്ട് പോയിക്കോ. വിത്ത് ദാറ്റ് നമ്മൾ ഫുൾ 100% എങ്ങനെയാണ് 1.5 ദിവസത്തിൽ നമ്മൾ സിലബസ് കംപ്ലീഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സമയം കളയാതെ. ബിലീവ് ഇൻ യുവർ സെൽഫ്, സ്റ്റാർട്ട് റൈറ്റ് നൗ. ഉടനെ ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ബട്ട് ഇഫ് യു കുഡ് അച്ചീവ് ദിസ്, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. സീ ഹൗ ദി എക്സാം ഗോസ്. സൂപ്പർബായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ബി വെരി കോൺഫിഡൻറ്റ്, ബി വെരി ഒപ്റ്റിമിസ്റ്റിക്, പ്രേ ടു ഗോഡ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് തരാൻ എക്സാമിന് മുമ്പായിട്ട് എനിക്ക് ഇനി എൻ്റെ ഉള്ളതൊന്നും ബാക്കിയില്ല. ക്ലാസ് സമയത്തും RTP-MTP റിവിഷൻസിലൂടെയും ഈ നിമിഷം വരെയും എവറിത്തിങ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു യു. നൗ ദ ബോൾ ഇസ് ടോട്ടൽ ഇൻ യുവർ കോർട്ട്. നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ കാലിൽ എത്തിക്കഴിഞ്ഞ ബോൾ ജസ്റ്റ് കിക്ക് ഇറ്റ് ഓഫ്. ജയിച്ച് പറന്ന് ഉയരുക. ഓക്കെ, യെസ്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എക്സാമിന് ശേഷം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബിലീവ് ഇൻ യുവർ സെൽഫ്, കോൺഫിഡൻസ് മറക്കരുത്, പേടിക്കാതെ പോയിക്കോ.